കഴിവില്ല, ലോകത്തിന് മുമ്പേ ശക്തിയില്ല, ലോകത്തിന് മുമ്പേ പ്രാഗൽഭ്യങ്ങളില്ലാത്ത പലരും ഇതിനകത്തുണ്ട്. പക്ഷെ ഇന്ന് ദൈവം എന്നോട് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനായി പറയുകയാണ്. നിങ്ങൾക്കൊരു ശൗലാകണമോ ഒരു പൗലോസ് ആകണമോ എന്ന്? ഒരു ശൗലാകണമോ അതോ ഒരു പൗലോസ് ആകണമോ? രണ്ടും ഒരു വ്യക്തിയാണ്, രണ്ടും ഒരു വ്യക്തിയാണ്. പക്ഷെ രണ്ട് പേരുകൾ, രണ്ട് വ്യക്തിത്വങ്ങൾ, രണ്ട് ജീവിത സാഹചര്യങ്ങൾ, രണ്ട് അനുഭവങ്ങൾ. ഒരു മനുഷ്യൻ, പക്ഷെ രണ്ട് കാലഘട്ടത്തിൽ ജീവിക്കുന്ന അളവ്. ഒരു നാളിൽ ശൗലായി ജീവിച്ചപ്പോൾ അവന് ലോകത്തിന് മുമ്പേ എല്ലാ കഴിവുണ്ട്, അധികാരങ്ങളുണ്ട്, ശക്തിയുണ്ട്, ബലമുണ്ട്, എല്ലാം ഉണ്ട്, ഒന്നിനും കുറവില്ല. പക്ഷെ അവന് ദൈവമില്ലായിരുന്നു. അവന് ദൈവമില്ലായിരുന്നു, ദൈവത്തിൻ്റെ കരുതലില്ലായിരുന്നു. അപ്രകാരം അവൻ ഒറ്റയാനായി സ്വന്തം കഴിവിലും ശക്തിയിലും ബുദ്ധിയിലും മാത്രം ആശ്രയിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ ശൗലും വീണ് പോയി. ദൈവമക്കളെ, അവൻ ഒരിക്കലും വീഴത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ദമസ്കോസിലേക്ക് പോകുന്ന യാത്രാമധ്യത്തിൽ വഴിയിൽ ഈ ശൗലും അവന്റെ കുതിരപ്പുറത്ത് നിന്ന്, ഏറ്റവും ഫാസ്റ്റ് എഞ്ചിൻ എന്ന് പറയുന്ന, ഏറ്റവും ലക്ഷറിയസ് വണ്ടി എന്ന് പറയുന്ന അന്നത്തെ കുതിരപ്പുറത്തിൽ നിന്ന് ശൗല് വീഴുവാനിടയായി തീർന്നു. അവന്റെ കാഴ്ച നഷ്ടപ്പെടുവാനിടയായി തീർന്നു. അവന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും അധികാരങ്ങളും എല്ലാം ഒരു നിമിഷത്തിൽ നിലമരിച്ചായി മാറി. അങ്ങനെ ഇരിക്കുമ്പോഴാ ദൈവസ്നേഹം പൗലോസിലേക്ക്, ശൗലിലേക്ക് കടന്നു വരികയും അവനൊരു പൗലോസായി മാറിയത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ പറഞ്ഞല്ലോ, ശൗലിന് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ പൗലോസിനെ നോക്കുമ്പോൾ ബലഹീനതകൾ മാത്രം, നിന്ദകൾ മാത്രം, പരിഹാസങ്ങൾ മാത്രം. അവൻ യേശുവിനെ അറിഞ്ഞ കാലം മുതൽ അവന്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞവരെല്ലാം അവന്റെ ശത്രുക്കളായി. അവൻ ഒറ്റപ്പെട്ടു പോയി. അവന്റെ കുടുംബത്തിൽ നിന്ന് സപ്പോർട്ടില്ല, അവൻ ചുറ്റുവക്കത്തിലുള്ള അവൻ സുഹൃത്തുക്കളിൽ നിന്ന് സപ്പോർട്ടില്ല, എല്ലാരും ഉപേക്ഷിച്ചു. പക്ഷെ ശൗൽ പൗലോസ് ആയപ്പോൾ ഒന്ന് സംഭവിച്ചു. അവൻ ലോകത്തിന്റെ ഫ്രണ്ടിൽ ബലഹീനനായിരുന്നെങ്കിലും അവന്റെ ഉള്ളിൽ അവൻ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന കൃപയിലൂടെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെതായിട്ടുള്ള കരുതലും വഴി നടത്തിപ്പോണ്ടായിരുന്നു. ശൗൽ എന്ന വ്യക്തിക്ക് അതുവരെയും ചെയ്യുവാനേ കഴിയാത്ത പലതും ശൗൽ പൗലോസ് ആയപ്പോൾ, ദൈവത്തിന്റെ കൃപയിലും ശക്തിയിലും ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ തുടങ്ങി. അവൻ മനുഷ്യനെ കൊണ്ട് കഴിയാത്തത് അവൻ ചെയ്യാൻ തുടങ്ങിയെന്നേ. ഇന്ന് നീ ഒരു ശൗലായിരിക്കത്തില്ല. നിനക്കും കഴിവും ബലവും ശക്തിയും ഒന്നും ഇല്ലായിരിക്കാം. നീ ഒരു നസ്രത്തുകാരനെ പോലെ ആയിരിക്കാം. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ആയിരിക്കാം. ഓ പൗലോസേ, നിന്നെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക, നിനക്ക് ഈ ലോകത്തിന്റെ ശക്തികൾ ഇല്ലായിരിക്കാം, പക്ഷേ നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു കൃപയെ നൽകുന്ന ഒരു സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. ആകയാൽ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, നിന്റെ ഭാരത്തെ യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക എന്ന് പറയുന്നു.